നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ. അപ്പോൾ 2020 നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകളോട് ഇന്നിറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിൻ, ഈ കൊട്ടാര വളപ്പിൻ, ഈ ടെറിട്ടറിയിൽ നല്ല നല്ല ഓർമ്മകളോട് എൻ്റെ കൂടെ എന്നും പറഞ്ഞ് നമ്മൾ 2021 എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ 2021 നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർമ്മയിലെ സ്വാദുകൾ എന്ന സെഗ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു റെസിപ്പി, അതായത് പപ്പടപ്പൊടി, നിങ്ങൾ തമിഴിൽ കണ്ടില്ലേ, പപ്പടപ്പൊടി റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറാണ് കേട്ടോ. ഇത് ദോശപ്പൊടി പോലെയോ ഇഡ്ലിപ്പൊടി പോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ വളരെ സിമ്പിളാണ് സംഭവം, 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുൻപായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നിട്ട് ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് വേഗം ഉണ്ടാക്കാം പപ്പടപ്പൊടി. പപ്പടപ്പൊടി നമുക്ക് 2 തരത്തിലുണ്ടാക്കാം. അതിൽ ആദ്യത്തെ രീതി ഞാനിപ്പോൾ കാണിക്കാം. പപ്പടം ചുട്ടെടുത്തിട്ട് മുളകും അതുപോലെ ചുട്ടെടുക്കുക. മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, കൂടുതലും കുറവും എടുക്കാം. പപ്പടം ഒരുപാട് കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പപ്പടം കുറച്ച് കുരുമുളകുള്ള പപ്പടമാണ് കേട്ടോ. സാധാരണ നമ്മുടെ കേരള പപ്പടവും എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മയത്തിൽ പൊടിക്കണ്ട, കുറച്ച് തരുതരുന്ന് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പപ്പടവും വറുത്തെടുത്തിട്ടുള്ള മുളകും കൂടി കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിക്സിയിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഒരു 2 പ്രത്യേക ടേസ്റ്റാണ്. രണ്ടും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് 2 രീതിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, എന്നോട് പറയുകയും വേണം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദോശപ്പൊടി ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ വറുത്ത് മുളകും പരിപ്പും ഒക്കെ വറുത്തിട്ടാണ് ദോശപ്പൊടി ഉണ്ടാക്കുക. പക്ഷേ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് നമുക്ക് കൂട്ടിയിട്ട് ഒരു ഇഡ്ഡലി കഴിച്ച് നോക്കാം. കുറച്ച് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഡ്ഡലിയോ ദോശയോ കൂട്ടി കഴിക്കാം. ഇനി അതല്ല, ചോറിൻ്റെ കൂടെയും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ ഈ പൊടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ പപ്പടപ്പൊടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഒന്ന് ഞെട്ടിക്കാനായിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് പപ്പടപ്പൊടി. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് മറന്നു പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. ലൈക്ക് ബട്ടണും കോമൻറ്റും ഒക്കെ ചെയ്യുക. കാരണം അതൊക്കെ ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന്. അതൊക്കെ കാണുമ്പോൾ എനിക്കും കുറച്ചൊരു പ്രോത്സാഹനമൊക്കെ കിട്ടും, നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക്, കോമൻറ്റ്, സബ്സ്ക്രൈബ്, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേഗം കാണാം. എല്ലാവരോടും വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ ആൻഡ് ബി സേഫ്.